ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ചാർട്ട് പാറ്റേൺ നോക്കാം. അപ്പോൾ അത് ചാർട്ട് നമ്മളിപ്പോൾ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമാണ് ഇട്ടേക്കുന്നത്. ഒരു 2000 റേഞ്ചിലാണ് നമ്മുടെ ഈ ഒരു 1999 ആ ഒരു ഏരിയ മുതലാണ്, ഒരു ജനുവരി അപ്പം മുതലാണ് നമ്മുടെ ഈ ഒരു ചാർട്ട് ഫോം ആയേക്കുന്നത്. അപ്പം നമുക്ക് അവിടുന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ വരച്ചിട്ടേക്കുന്ന ആ ഏരിയ വരെ തന്നെ ഒരു 3000 റേഞ്ച് വരെ ഒരു പെർസെൻറ്റേജ് ഒരു മുകളിലോട്ടൊരു പോക്ക് കാണിക്കുന്നുണ്ട്. നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് ആണ് വന്നേക്കുന്നത് ലോങ് ടൈമിൽ. അപ്പം അതുപോട്ടെ, നമുക്കൊരു റീസെൻ്റ് ഏരിയ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ വന്നേക്കുന്നത് നമുക്ക് കാണാം. നമുക്കൊരു റെഡായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം റെസിസ്റ്റൻസ്. അപ്പം ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ റെസിസ്റ്റൻസ് ഇപ്പം തന്നെ ഒരു 4-5 എണ്ണമായി. പിന്നെ അത് ചെറിയൊരു ബ്രേക്ക് ഔട്ട് പോലെ വന്നിട്ട് തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്, ചെറിയൊരു റീടെസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ബൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2021 ആയപ്പോഴത്തേക്കാണ് ഈ ഒരു ബ്രേക്ക് ഔട്ട്. അതൊരു ഒരു 2010 അല്ലെങ്കിൽ 2007 മുതലുള്ളൊരു അതാണ്. അപ്പോഴത്തേക്ക് ലോങ് റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു ഹൈ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഇപ്പം തന്നെ ഒരു അറൗണ്ട് ഈ ഒരു ഏരിയ നോക്കുവാണെങ്കിൽ തന്നെ ഒരു 100% അടുത്ത് തന്നെ ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് കാണാം. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു ഏരിയയിൽ അതിന് കൃത്യം വരാനൊന്നുമില്ല. നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ എന്നൊക്കെ പറയുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടായിട്ട് ചെറിയൊരു റീടെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം കീപ്പ് ചെയ്യണോ സെല്ല് ചെയ്യണോ എന്ന് വെച്ച് ചോദിച്ചാൽ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഒരു ബൈ ചെയ്യാം. ഈ ഒരു ഏരിയയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ ചെയ്യാവുന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ വരെ പോയേക്കാന്നൊക്കെ വെച്ചാൽ ഈ ഒരു ടോപ്പിലുള്ളൊരു റെസിസ്റ്റൻസ് അവിടെ വരെ നമുക്കൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അവിടെ വെച്ച് സെല്ല് ചെയ്യണമെന്ന് വെച്ചാൽ അത് പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കും. അത് ഓരോരുത്തരുടെ അത് വെച്ചിട്ടേ നമുക്കിവിടെ പോയാൽ ചിലപ്പോൾ അത് റിവേഴ്സിൽ ഇവിടെ വരാം. കാരണം നേരത്തെ പറഞ്ഞാൽ ഇവിടെ 1, 2, 3, 4 സപ്പോർട്ട്, ഇവിടെ 1, 2, ഒരു 3 ആ ഒരു റേഞ്ചിനടുത്ത് തന്നെ ഒരു റെസിസ്റ്റൻസും ഉണ്ട്. അപ്പം ഇതിനകത്ത് ഇതൊരു നല്ലൊരു ചാനലാണ്. ഇതൊരു ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നത് വരെ നമ്മൾ ഈ ഒരു ചാനലിൽ തന്നെ കീപ്പ് ചെയ്യാം. പക്ഷേ ഏറ്റവും ബെറ്റർ ഞാൻ പറയുന്നത് ഈ ഒരു മുകളിലത്തെ ഈ ഒരു റെസിസ്റ്റൻസ് വരെ നമുക്കത് കീപ്പ് ചെയ്യാവുന്നതാണ്. ബാക്കി അത് ഞാൻ പറഞ്ഞില്ല, അത് ഓരോരുത്തരുടെ ഓരോ റിസ്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വല്ലതും മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഇപ്പം നമ്മളൊരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു എൻട്രി എടുത്തവർ ഇതൊരു ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഒരു കാണിക്കാൻ നേരത്ത്, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയാൻ നേരത്ത്, ഇപ്പം ഇവിടെ ഒരു എൻട്രി എടുത്തു, നമുക്കിതൊരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ തൊട്ട് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചാലും റിസ്കിൻ്റെ അതോടെ ഓൾമോസ്റ്റ് ഒരു 50% മൂവ്മെൻറ്റ് നമുക്കത് പ്രതീക്ഷിക്കാം. അത് ലോങ് ടൈം ആയിരിക്കും. വീക്ക്ലി അതായതുകൊണ്ട് ഒരു വീക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് എങ്ങനെ പോകും അങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാം ഒരു പ്രഡിക്ഷനാണ്, എല്ലാം ഒരു പ്രോബബിലിറ്റി, അതൊരു സംഭവമാണ്. പിന്നെ ഒരു ചാർട്ട് അനാലിസിസ്, ട്രെൻഡ് ലൈൻ, അതൊക്കെ ഒരു ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്കത് വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് നമുക്കറിയാം ഈ ഒരു ഏരിയയിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട്, താഴെ നോക്കുമ്പോൾ നല്ല വോളിയം ഉണ്ട്, നല്ലൊരു ഹ്യൂജ് ക്യാൻഡിൽ വെച്ചാണ് ബ്രേക്ക് ഔട്ട് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ റെഡ് ക്യാൻഡിൽസ് എല്ലാം ചെറിയൊരു അത് കുറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ വോളിയം, റെഡ് ക്യാൻഡിലിൻ്റെ ഒരു വോളിയം അല്ലെങ്കിൽ ആ ഒരു സൈസ് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട്, റീടെസ്റ്റ് ഇപ്പോൾ ലോങ് ടൈമിൽ പ്രതീക്ഷിക്കാം. അപ്പം ഈ ഒരു റേഞ്ചിന് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും സെല്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ഒരു ഷെയർ മാർക്കറ്റ് ഒരാൾക്ക് ലാഭം ഉണ്ടാക്കി തരാൻ വേണ്ടി മാത്രമുള്ളതല്ല. ഇപ്പോൾ എപ്പോഴും നമുക്ക് റിസ്കിൻ്റെ ഒരു എലമെൻ്റ് കൂടെ അവിടെ എപ്പോഴും ആണ്. നമുക്കെപ്പോഴും പൊസിഷൻ സൈസ് ചെയ്യുക, റിസ്ക് മാനേജ് ചെയ്യുക, അങ്ങനെ നമുക്ക് ലോസ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നേ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം മാർക്കറ്റ് ഇപ്പോഴും ന്യൂട്രലായിട്ട് പോകത്തേ ഉള്ളൂ. അപ്പം തൽക്കാലം കയ്യിലുള്ളവർ ഹോൾഡ് ചെയ്യണമെന്നാണ് ഒരു അഭിപ്രായം. പിന്നെ എല്ലാവർക്കും അവരവരുടേതായിട്ടൊരു വ്യൂ കാണും. ഞാൻ എൻ്റെ ഒരു വ്യൂ മാത്രം ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. കാരണം സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു അനാലിസിസ് നമ്മൾ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. പിന്നെ തുടക്കക്കാർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു ഐഡിയ കിട്ടും. അപ്പോൾ താങ്ക് യു.